പറുദീസ കൺവെൻഷനിൽ 5 ദിവസം പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ നിങ്ങളെ ആരും ദൈവം അനുഗ്രഹിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ തിരിച്ചുപോയി ദൈവത്തിൻ്റെ വഴിയിലേക്ക് നീ വീണ്ടും വരികയാണെങ്കിൽ നിശ്ചയമായും നിന്നെ അനുഗ്രഹിക്കും. ഹാഗാറിനോട് അതാണ് പറയുന്നത്. എന്നിട്ട് ഹാഗാറിനെ നോക്കി ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട്. നീ ഗർഭിണിയാണല്ലോ. അത് കണ്ടറിയാം, ഗർഭിണിയാണെന്ന് കണ്ടറിയാം. പക്ഷേ കണ്ടാൽ അറിയാത്തൊരു കാര്യമാണ് അടുത്ത് പറയുന്നത്. നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. ഓർക്കുക, സ്കാനിങ് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്കാനിങ് ഒക്കെ ഉണ്ട്. ബൈബിളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഉദരത്തിലുള്ള കുട്ടി അതാണാണ് എന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനെ നോക്കി പറയുകയാണ്. നീ ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ ദൈവം നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ മാത്രമല്ല അനുഗ്രഹിക്കുന്നത്, നിന്റെ മകളെ അനുഗ്രഹിക്കും. മകൾക്ക് ജോലിയില്ല എങ്കിൽ ജോലി നൽകി ദൈവം അനുഗ്രഹിക്കും. മകന് ജോലിയില്ല എങ്കിൽ ജോലി നൽകി ദൈവം അനുഗ്രഹിക്കും. നിന്റെ ജീവിത പങ്കാളിയെ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹാഗാർ ഇങ്ങനെ ദൈവദൂതന്റെ മുമ്പിൽ നിന്ന് ഈ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ചിത്രം അങ്ങ് മാറുകയാണ്. 13-ാം വാക്യത്തിൽ പറയുന്നു, അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോ എന്ന് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് അവളോട് ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്? അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ദൂതനാണ്, കർത്താവല്ല. ദൈവത്തിൻ്റെ ദൂതനാണ് ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു അത്ഭുതം നടക്കുകയാണ്. അവളുടെ ഹൃദയത്തിൽ ആഴമായ പശ്ചാത്താപത്തോടെ ദൈവത്തെ നോക്കി നിലവിളിച്ച് കരയുവാൻ തുടങ്ങിയപ്പോൾ ദൈവ ദൂതന്റെ സ്ഥാനത്ത് അവൾ കാണുന്നത് ആരെയാണ്? കർത്താവിനെ തന്നെ, ദൈവത്തെ തന്നെ അവളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനായിട്ട് അവൾക്ക് സാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മൾ കരയുന്നത് എന്തിനെക്കുറിച്ചാണ്? ജോലി കിട്ടാത്തതിനെക്കുറിച്ച്, കല്യാണം നടക്കാത്തതിനെക്കുറിച്ച്, സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഒക്കെയാണ് നമ്മൾ കരയുന്നത്. ഭൗതികമായ നഷ്ടങ്ങളെ ഓർത്താണ് നമ്മൾ കരയുന്നത്. ആ കരച്ചിലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ ഏത് കരച്ചിലാ? എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തുകൊണ്ടുള്ള ഒരു ആത്മീയമായ കരച്ചിൽ. അതാണ് ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കരച്ചിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ, നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളി ഒഴുകിയിറങ്ങുകയാണെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ കണ്ണുകൾ വിശുദ്ധീകരിക്കപ്പെടും. ദൈവത്തെ കാണുവാനായിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഈ വചനം പറയുകയാണ്. 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം പറയുകയാണ്, അവൾ കർത്താവിനൊരു പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം വരുന്ന സ്ത്രീ ജനങ്ങൾക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തിന് പേരിട്ടത് ആരാ? ഒരു സ്ത്രീയാണ്. അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം തൻ്റെ തന്നെ പേര് വെളിപ്പെടുത്തിയത്. ഞാൻ യഹോവയാണെന്ന് ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഒരു അടിമ പെൺകുട്ടിക്ക് ദൈവത്തിന് പേരിടുവാനുള്ള അസുലഭമായ ഭാഗ്യം ലഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നിന്റെ അവസ്ഥ ഏതാണെങ്കിലും, നീ എത്രമാത്രം വിലയില്ലാത്തവളാണെങ്കിലും ദൈവം നിന്നെ ഈ കൺവെൻഷനിലൂടെ അനുഗ്രഹിക്കും. അവൾ ദൈവത്തിനിട്ട പേരെന്താണ്? അവൾ ദൈവത്തെ എൽറോയ് എന്ന് വിളിച്ചു. എന്താ അവളുടെ പേര്? എൽറോയ് എന്നാണ്. എന്താ എൽറോയ് എന്ന വാക്കിൻ്റെ അർത്ഥം? അതൊരു ഹീബ്രു പേരാണ്. എൽറോയ് എന്ന് പറഞ്ഞ ഒരു ഹീബ്രു പേരാണ്. ദർശനത്തിൻ്റെ ദൈവം എന്നുള്ളതാണ്, കാണുന്നവനായ ദൈവം എന്നുള്ളതാണ്. അവൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ എൽറോയ് എന്ന് വിളിക്കുവാനുള്ള കാരണം, എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും
ഇവിടെ വെച്ച് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ കുഴപ്പം ഇതാ, ദൈവം എന്നെ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ യേശയ്യയുടെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വചനത്തിൽ, നീ എന്നെ അറിയുന്നില്ല, പക്ഷേ ഞാൻ നിന്നെ അറിയുന്നുണ്ട്. അപ്പൊ ദൈവം എന്നെ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിൻ്റെ സമൃദ്ധി, സുഖം ആസ്വദിക്കുന്ന ഈ തിരക്കില് എനിക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നില്ല. ഈ സ്ഥലത്ത് വെച്ച് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടുമുട്ടി. ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ദൈവത്തെ എൽറോ എന്ന് വിളിക്കുകയാണ് എന്ന് ഹാഗാർ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മൾ ഈ പർദീസ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, അവിടുന്ന് എൽറോയാണ് എന്ന് എനിക്ക് ബോധ്യം നൽകണമേ. അങ്ങയെ കാണുവാനായിട്ട് ഈ കൺവെൻഷൻ്റെ ഏതെങ്കിലും ഒരു നിമിഷം എനിക്ക് കൃപ നൽകണമേ എന്ന് നിങ്ങൾ തീക്ഷ്ണമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ടൈപ്പ് വ്യക്തി, അവരെ കാണിക്കുവാനായിട്ട് യേശു പറഞ്ഞ ഉപമ കാണാതായ നാണയത്തിൻ്റെ ഉപമയാണ്. ഇവിടെ ഈ ആടും നാണയവും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? നിങ്ങൾക്കറിയാം. ആടിന് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റുമെങ്കിൽ നിലവിളിക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ മനസ്സ് അത്രമാത്രം മരവിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ഈ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. ദൈവത്തിൽ നിന്ന് അത്രമാത്രം അകന്നിരിക്കുന്ന വ്യക്തികൾ, ഒരു പ്രൈസ് ദി ലോർഡ് എന്ന് ഹൃദയം കൊണ്ട് പറയുവാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം തകർന്നിരിക്കുന്ന വ്യക്തികൾ, അവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ ഉപമയിലൂടെ യേശു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ആരെയും ഉപേക്ഷിക്കുന്നില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാനിങ്ങനെ കോഴിക്കോട് നിന്ന് മാളയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ പോക്കറ്റ് അടിച്ചുപോയി, എൻ്റെ കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ചോദിക്കും, എന്ത് ചോദിക്കും? എത്ര രൂപ നഷ്ടപ്പെട്ടു? നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ വില നിങ്ങൾ ചോദിക്കും. പക്ഷേ ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിൽ യേശു ഈ നാണയത്തിൻ്റെ വില എത്രയാണെന്ന് പറയുന്നില്ല. അത് വളരെ അർത്ഥപൂർണമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും അമൂല്യരാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വില കൽപ്പിക്കുവാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും നീയും വിലപ്പെട്ടവരാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശയ്യയുടെ പുസ്തകം 43-ാം അധ്യായത്തിൽ, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ്. ദൈവം നമുക്ക് വിലയിടുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വിലയിടുവാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം വില നമുക്കുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ മകൻ തന്നെ കടന്നു വന്ന് അമൂല്യമായ തൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞത്. ദൈവത്തിന് മനുഷ്യനെ വിലയിട്ട് സ്നേഹിക്കുവാൻ പറ്റുകയില്ല. അത് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മളെ വിലയിടുന്നുണ്ടാകുക. നമ്മളെ മനുഷ്യരാണ് വിലയിടുന്നത്. അവൻ കഴിവുള്ളവനാണ്, അവൾ കഴിവുള്ളവളാണ്, അവൻ മണ്ടനാണ്, അവൾ മണ്ടിയാണ്. ഈ രീതിയിൽ വില കൂട്ടിയും വില കുറച്ചുമിടുന്നത് ആരാ? മനുഷ്യരാണ്. പക്ഷേ ദൈവപിതാവിൻ്റെ മുമ്പിൽ നീ വളരെ വിലപ്പെട്ടവനാണ്, വിലപ്പെട്ടവളാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർപ്പിക്കുക. ഒരുപക്ഷേ നിന്റെ വീട്ടിൽ നിനക്ക് വിലയില്ലായിരിക്കാം, നിന്റെ ഭർത്താവ് നിന്നെ പരിഗണിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ദൈവപിതാവിൻ്റെ മുമ്പിൽ നിനക്ക് ഉന്നതമായൊരു വിലയുണ്ട് എന്ന് ഈ നിമിഷം ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലത് കരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം
ഈ കൺവെൻഷനിലൂടെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു പ്രോസസ്സുണ്ട്, ഒരു പ്രക്രിയയുണ്ട്. രക്ഷിക്കുന്നതിനൊരു പ്രക്രിയയുണ്ട്. നമുക്കറിയാം, നാണയം ഇരുട്ടുള്ള ഒരു മുറിയിലാണ് നഷ്ടപ്പെടുന്നത്. എവിടെയാണ് പോയതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് കണ്ടെടുക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, ഇരുട്ടുമുറിയിൽ അന്വേഷിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. ഇവിടെ ദൈവവും ചെയ്യുന്ന കാര്യം വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. ഏതാണ് ഇവിടെ കൊളുത്തുന്ന വിളക്ക്? ഈ കൺവെൻഷനിൽ യേശു നിന്നെ കണ്ടെത്തുവാൻ വേണ്ടി കൊളുത്തുന്ന വിളക്കിൻ്റെ പേരെന്താണ്? 119 സങ്കീർത്തനത്തിൽ 105 വാക്യത്തിൽ ആ വിളക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തിനാണ് ഈ ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നത്? എന്തിനാണ് മാറി മാറി ഓരോരുത്തരും വന്ന് ഇങ്ങനെ വചനം പ്രഘോഷിക്കുന്നത്? നിങ്ങൾ തിരിച്ചറിയണം, അത് നിങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടി ദൈവം കൊളുത്തുന്ന വിളക്കാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വചനം പ്രഘോഷിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ചെവി തുറന്ന് കേൾക്കണം, മനസ്സ് തുറന്ന് കേൾക്കണം. കാരണം ദൈവം എന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നെ കണ്ടെത്തുവാൻ വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഈ സ്ത്രീ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്താ? അടിച്ചു വാരുക എന്നുള്ളതാണ്. അടിച്ചു വാരുക എന്നുള്ളതാണ്. ഇങ്ങനെ അടിച്ചു വാരി നിന്നെ കണ്ടെത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: നിങ്ങളാരും വെറും കൈയോടെ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കുക, എന്തടിസ്ഥാനത്തിലാണ് ഈ ഉറപ്പ് നൽകുന്നത്? ദൈവത്തിൻ്റെ തിരുവചനം അവിടെ പറയുകയാണ്. ഈ സ്ത്രീ ദൈവത്തിൻ്റെ പ്രതീകമാണ്, നിങ്ങൾക്ക് മനസ്സിലായി. നാണയം എൻ്റെ പ്രതീകമാണ്, നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ പറയുകയാണ്, കണ്ടു കിട്ടുന്നത് വരെ. എപ്പോൾ വരെയാണ്? കണ്ടു കിട്ടുന്നത് വരെ ആ സ്ത്രീ അന്വേഷിച്ചു കൊണ്ടിരിക്കും. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? 1 രൂപ പോയി അന്വേഷിക്കുകയില്ല. 10 രൂപ പോയാൽ കുറച്ച് നോക്കും, കിട്ടിയില്ലെങ്കിൽ പോട്ടെ വിചാരിക്കും. 100 രൂപ പോയാൽ കുറെ കൂടെ നോക്കും. മൂല്യമനുസരിച്ചാണ് നമ്മൾ തിരയുന്നത്. പക്ഷേ ദൈവം നഷ്ടപ്പെട്ട ഒരു നാണയവും പൂർണ്ണമായും സ്ഥിരമായും നഷ്ടപ്പെടുവാൻ അനുവദിക്കുകയില്ല. കണ്ടു കിട്ടുന്നത് വരെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ പുറകെ തന്നെ നടന്നുകൊണ്ടിരിക്കുമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വ്യക്തികൾ, നിങ്ങൾ ചിലർ വിചാരിക്കും, എൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഈ ആടിൻ്റെ കാര്യത്തിലൊന്നുമല്ല, എനിക്കത്ര മനസ്സിൽ വലിയ മരവിപ്പൊന്നുമില്ല, ഈ നാണയത്തിൻ്റെ ടൈപ്പല്ല, എൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഈ ഗ്രൗണ്ടിൽ. അവരെ ഉദ്ദേശിച്ച് യേശു പറഞ്ഞ മൂന്നാമത്തെ നഷ്ടപ്പെട്ട അവസ്ഥയാണ് കാണാതായ നഷ്ടപ്പെട്ട മകൻ്റെ അല്ലെങ്കിൽ ധൂർത്തപുത്രൻ്റെ ഉപമ. ഇവിടെ ആദ്യത്തെ ഈ 2 ഉപമകളും അവസാനത്തെ ഉപമയും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. ഈ മകൻ, അവൻ നഷ്ടപ്പെടുന്നത് അവൻ്റെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ഒരു തീരുമാനത്തിൻ്റെ പേരിലാണ്. ആട് സാഹചര്യങ്ങളിൽപ്പെട്ട് അങ്ങനെ പോകുന്നു, നാണയം അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷേ ഈ മകൻ നഷ്ടപ്പെട്ടു പോകുന്നത് അവൻ സ്വന്തമായ ഒരു തീരുമാനമെടുത്തതിൻ്റെ പേരിലാണ്. അവനിങ്ങനെ അപ്പൻ്റെ ഭവനത്തിൽ, അപ്പൻ്റെ വീട്ടിൽ ഇങ്ങനെ സുഖമായിട്ട് കഴിയുകയാണ്. അപ്പൻ്റെ വീട്ടിൽ കഴിയുകയാണെങ്കിലും അവനൊരു ചിന്തയുണ്ട്, ഇവിടെ ഒരു ഫ്രീഡമില്ല, ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല. അവൻ്റെ മനസ്സ് ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയില്ലേ? ഇക്കരെയാണെൻ്റെ താമസം, അക്കരെയാണെൻ്റെ മാനസം. അങ്ങനെയുണ്ട് ചിലർ. ദൈവത്തിൻ്റെ കൂടെ താമസിക്കുമ്പോഴും പ്രാർത്ഥനയും കൺവെൻഷനുമൊക്കെ ഉള്ളപ്പോഴും ലോകത്തിൻ്റെ സുഖങ്ങളിലേക്ക് മനസ്സ് തിരിച്ചിരിക്കുന്ന ചില വ്യക്തികൾ അവർ ഇവിടെയുണ്ട്. അവരെക്കുറിച്ചാണ് ഈ മൂന്നാമത്തെ ഉപമ.
അക്കരയ്ക്ക് പോകണമെന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി നിശ്ചയമായും അക്കരയ്ക്ക് എത്തും. അവനിങ്ങനെയാണ് ചിന്തിക്കുന്നത്, എൻ്റെ കൂട്ടുകാരൊക്കെ കള്ള് ഷാപ്പിൽ പോയി കള്ള് കുടിച്ച് രസിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ അപ്പൻ അതിനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് നൽകുന്നില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ ജഡികമായ പാപങ്ങൾ ചെയ്യുന്നുണ്ട്, ജഡിക സുഖം അവർ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അതിനുള്ള ഒരു ഫ്രീഡം എനിക്കില്ല. പാപം ചെയ്യുവാനുള്ള ഒരു ഫ്രീഡം ഇല്ല എന്നുള്ളതാണ് അവൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ വേദന. അതുകൊണ്ട് അവനൊരു പരിഹാരം കണ്ടുപിടിച്ച് എന്താ, ഒരു ദിവസം രാവിലെ അവൻ അപ്പനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി. മനസ്സിലൊന്ന് കാണാം, വളരെ സാധുവായൊരു വൃദ്ധനായ കാർന്നവര്, തലമുടിയൊക്കെ നീട്ടി, താടി നീട്ടി, വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ, പഞ്ചപാവം എന്ന് പറയല്ലേ. അയാളുടെ കോളറിന് പിടിച്ച് ഇവൻ പറയുകയാണ്, അപ്പാ എനിക്ക് തരുവാനുള്ള സ്വത്ത് എനിക്ക് തരിക, ഞാൻ ഇനിമേൽ തൻ്റെ മകനല്ല, നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. പാപം ചെയ്യുമ്പോൾ ഒരു വ്യക്തി ദൈവത്തെ നോക്കി പറയുകയാണ്, എനിക്ക് ഇനി നിന്റെ സ്നേഹം ആവശ്യമില്ല, എനിക്ക് ഈ മദ്യം തരുന്ന സുഖമാണ് വേണ്ടത്, എനിക്ക് ഈ വ്യഭിചാരം തരുന്ന ജഡിക സുഖമാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ അപ്പൻ്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പി അവൻ്റെ അവകാശവും മേടിച്ചു കൊണ്ടുപോവുകയാണ്. ബൈബിൾ പറയുന്നു, അവൻ ദൂരദേശത്തേക്ക് പോയി. ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരെ പോകുന്നതാണ് പാപം. ഒരിക്കലും ഗതി പിടിക്കുകയല്ല കേട്ടോ. ദൈവത്തെ ഉപേക്ഷിച്ച് നീ എവിടെ പോയാലും ഒരിക്കലും നിനക്ക് ഗതി പിടിക്കുകയില്ല. അവൻ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം. അവൻ്റെ സ്വത്ത് മുഴുവൻ തീരുന്ന സമയം വരെ കൂട്ടുകാരുണ്ടായിരുന്നു, ഇഷ്ടം പോലെ അടിച്ചു പൊളിച്ച് അങ്ങനെ അവൻ ജീവിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പണമൊക്കെ അങ്ങ് തീർന്നു. നാട്ടിൽ കഠിനമായ ക്ഷാമമുണ്ടായി. ഇവനെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. കഠിനമായ ഏകാന്തത. അവൻ അവിടെ അടുത്തുള്ള ഒരു പണക്കാരൻ്റെ വീട്ടിൽ ചെന്നു, എനിക്കൊരു ജോലി തരണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഇവിടെ ജോലിയില്ല, ഒരു ജോലിയേ ഉള്ളൂ, യഹൂദൻ ഒരിക്കലും ചെയ്യുവാൻ പറ്റാത്ത നാണക്കേടുള്ളൊരു ജോലി, അത് പന്നികളെ മേയ്ക്കുന്ന ജോലിയാണ്. യഹൂദന്മാർ ഏറ്റവും അറപ്പോടെ കാണുന്ന മൃഗമാണ് പന്നി. ആ പന്നികളെ സൂക്ഷിക്കുന്ന ജോലി എന്ന് പറയുന്നത് അവൻ്റെ ജീവിതം അത്രമാത്രം അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇനി ആ താഴോട്ട് പോകുവാനില്ല. അങ്ങനെ അവൻ അവിടെ പന്നികളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഈ പന്നികൾക്ക് കൊടുക്കുന്ന അമരത്തവിടെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ അവൻ ആഗ്രഹിച്ച് വിശന്ന് വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, അവനെക്കുറിച്ച് പറയുകയാണ്, അവന് സുബോധമുണ്ടായി. എന്തുണ്ടായി? അതാ പ്രധാനപ്പെട്ടത്. അപ്പൊ ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹം അറിയണമെങ്കിൽ എന്തുണ്ടാകണം? സുബോധമുണ്ടാകണം. നീ ഇപ്പോൾ എവിടെയാണ്, ഏത് പാപത്തിന്റെ പന്നിക്കുഴിയിലാണ് എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സുബോധമുണ്ടായെങ്കിൽ മാത്രമേ എഴുന്നേൽക്കുവാൻ സാധിക്കുകയുള്ളൂ. സുബോധമുണ്ടാകുന്നത് വരെ അവൻ എന്ത് ചെയ്യുകയായിരുന്നു? ആ പന്നിക്കുഴിയിൽ അവിടെ വളരെ സുഖമായിട്ട് കഴിയുകയായിരുന്നു. എന്നാൽ സുബോധമുണ്ടായപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഈ പന്നിക്കുഴിയിൽ കിടക്കേണ്ടവനല്ല, ഞാൻ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ മകനാണ്, ഇവിടെ പട്ടിണി കിടന്ന് മരിക്കേണ്ട ആവശ്യമില്ല. അവനൊരു തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന്, തീരുമാനമെടുക്കണം. പാപത്തിന്റെ വഴികളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുമെന്നൊരു തീരുമാനം നീ ഈ പന്തലിൽ വെച്ചെടുക്കണം. തീരുമാനമെടുത്താൽ നിശ്ചയമായും എഴുന്നേൽക്കുവാൻ സാധിക്കും, പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ സാധിക്കും. അങ്ങനെ അവൻ നടക്കുകയാണ്. നടക്കുമ്പോൾ അവനൊരു റിഹേഴ്സൽ നടത്തുന്നുണ്ട്. അപ്പനെ കാണുമ്പോൾ അപ്പനെ കാണുന്ന രംഗം അവൻ ഭാവന കാണുകയാണ്. അപ്പനോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് അവൻ മുൻകൂട്ടി ഒന്ന് പറഞ്ഞു പഠിക്കുകയാണ്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ അപ്പ,
സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി. ആർക്കെതിരെയാണ് പാപം ചെയ്യുന്നത്? സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ ഒരു വേലക്കാരനായിട്ടെങ്കിലും ഈ വീട്ടിൽ സ്വീകരിക്കണം. എനിക്ക് പട്ടിണി കിടന്ന് മരിക്കാൻ ഇടവരികയില്ലല്ലോ. ഇങ്ങനെ അവനിങ്ങനെ പറഞ്ഞ് ഇത് അപ്പനോട് പറയണമെന്ന് പറഞ്ഞ് അവനിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ വീടിൻ്റെ അടുത്തെത്തി. ഇവൻ്റെ വീട്ടിലൊരു കാഴ്ചയുണ്ട്. ഇവൻ ഇറങ്ങിപ്പോയ അന്ന് മുതൽ ഈ അപ്പൻ ഹൃദയം തകർന്നുകൊണ്ട് ഇവനെ മാത്രം നോക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നിന്നെ കാത്തിരിക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ പിതാവുണ്ട്. നിന്റെ തിരിച്ചു വരവിന് വേണ്ടി നീ എപ്പോൾ എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ ഭവനത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ വഴി നോക്കിയിരിക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ പിതാവ് നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവൻ തിരിച്ചു വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പിതാവ് എന്ത് ചെയ്തു? ഓടിച്ചെല്ലുകയാണ്. അവൻ ഇങ്ങോട്ട് വരുവാൻ കാത്തു നിന്നില്ല. നമ്മളാണെങ്കിൽ എന്ത് വിചാരിക്കും? വരട്ടെ, ഇറങ്ങിപ്പോയവനല്ലേ, തിരിച്ചു വരട്ടെ, വീടിൻ്റെ അകത്തേക്ക് വരട്ടെ, അവൻ രണ്ട് പറയട്ടെ, ഇങ്ങനെ വാശിയോടെ ഇരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അങ്ങനെ ഒരു വാശിയില്ല. നീ ചെയ്ത പാപത്തിൻ്റെ കണക്ക് ചോദിക്കുന്നില്ല. നീ മനസ്തപിച്ച് തിരിച്ചു വരുമ്പോൾ ആ സ്നേഹം നിന്റെ പാപങ്ങളെ പൂർണ്ണമായിട്ടും മറന്നു കളയുകയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഓടിച്ചെന്ന് ആ പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അവൻ നേരത്തെ പറഞ്ഞു വെച്ച വാക്കുകൾ പറയുന്നുണ്ട്. എൻ്റെ പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങയുടെ ദാസനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ടതായിട്ട് പോലും പിതാവ് നടിക്കുന്നില്ല. അതിനൊരു മറുപടി പോലും പറയുന്നില്ല. കാരണം എന്താണ്? പിതാവിൻ്റെ മനസ്സിൽ അവനെ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. ഒരിക്കലും ഒരു വേലക്കാരനായിട്ട്, ദാസനായിട്ട് പിതാവ് അവനെ കാണുന്നില്ല. എപ്പോഴും അവനെ മകനെന്ന രീതിയിൽ തന്നെയാണ് പിതാവ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഇവനെ മേൽത്തരം ഉടുപ്പുകൾ അണിയിക്കുക, അല്ലെ, ഒന്നാന്തരം ഉടുപ്പണിയിക്കുക, ഇവൻ്റെ വിരലിലെ മോതിരമിടുക, കാലിലെ ചെരുപ്പ് ധരിപ്പിക്കുക. നമുക്ക് ആഹ്ലാദിക്കാം. കാരണം നഷ്ടപ്പെട്ടവനായ എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് ഉപമകളും കാണാതായ ആടിൻ്റെയും, കാണാതായ നാണയത്തിൻ്റെയും, കാണാതായ മകൻ്റെയും ഈ മൂന്ന് ഉപമകളും അവസാനിക്കുന്നത് വലിയ ഒരു ആഹ്ലാദത്തോടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നഷ്ടപ്പെട്ട ഒരു മകൻ, നഷ്ടപ്പെട്ട ഒരു മകൾ തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടാകുമെന്ന് യേശു ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് നോക്കാം, നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കാം. ഈ മൂന്ന് ഉപമകളിൽ എൻ്റെ സ്ഥാനം ഏതാണ്, ഞാൻ എവിടെയാണ് ആയിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ആ അവസ്ഥയിൽ ദൈവത്തെ ഹൃദയം തുറന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാം. നിശ്ചയമായും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവത്തെ ആരാധിക്കാൻ സന്തോഷമാണെങ്കിൽ ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞേ, പല സന്തോഷത്തോടെ പറഞ്ഞേ, പാടി ആരാധിക്കാം. സന്തോഷത്തോടെ ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാം. സഹോദര പാടിക്കേ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാടാം, നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. പാടാം, നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം
സോദര ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസിൽ നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാം. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം നാം യേശുരാജനെ. ശക്തമായി കരമടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും പുതിയ ആരാധന സമയങ്ങളിൽ ദൈവം വർഷിക്കുകയാണ്. ശരീരം ഇളക്കി ആരാധിക്കാം. കോണിപ്പടിമേലേക്കൊന്ന് കൈ അരച്ച് വീണു. കൈ തകർന്നാകെ എല്ലിനൊന്നും പറ്റിയില്ല, ഇറച്ചിയൊക്കെ ചതഞ്ഞിരിക്കുകയായിരുന്നു. ഈ കൈയൊന്നും വശം വെച്ച് കിടക്കാനൊന്നും പറ്റിയായിരുന്നില്ല. ധ്യാനത്തിന് എല്ലാ ദിവസവും ഞാൻ പങ്കെടുക്കാൻ വന്നു. രണ്ടാമത്തെ ദിവസം എൻ്റെ കാലിലെ കൂടെ വേദന അങ്ങനെ അനുഭവപ്പെട്ടു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കാലുമ്പോൾ നീരുണ്ടാവാറുണ്ട്. നേരം വെളുക്കുമ്പോൾ നീരൊക്കെ മാറും. വീണ്ടും ധ്യാനത്തിന് ഞാൻ പോരും. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് അവിടെ കട്ടിലിൽ പകൽ കിടക്കണം എന്ന് വിചാരമാണ് എപ്പോഴും. 2 അറ്റാക്ക് കഴിഞ്ഞ ഹാർട്ട് പേഷ്യൻ്റാണ്. 4 ബ്ലോക്ക് ഉണ്ട്. ഓപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല. എന്നാലും എനിക്ക് ഈ 5 ദിവസം ഇവിടെ വന്ന് ധ്യാനം കൂടാൻ യേശു എന്നെ അനുഗ്രഹിച്ച് എല്ലാ സ്തുതിപ്പിനും ആടാനും പാടാനും കൈകോട്ടാനും എല്ലാത്തിനും എനിക്ക് നല്ല ആരോഗ്യം തന്നു. അതിന് യേശുവിന് നന്ദി പറയുന്നു. Spirit